ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പപ്പായ ഉപയോഗിച്ചിട്ട് ഒരു ഉള്ളിവടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. പപ്പായ ചെറുതാക്കി അരിഞ്ഞത്, അതേപോലെ തന്നെ വലിയുള്ളി 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, അതേപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടിയും അല്പം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ വെക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഉള്ളിവട ഉണ്ടല്ലോ, ആ സ്റ്റൈലിലുള്ള ഉള്ളിവട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നതിന് ഏറ്റവും ബെറ്ററാണ്. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ ഇതിലത്തെ പപ്പായത്തെയും അതേപോലെ തന്നെ ഉള്ളിത്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമ്മളത് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇഞ്ചിയും ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിലുള്ള മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഈ ഉള്ളിൽ അതേപോലെ തന്നെ പപ്പായയിൽ എത്രയാണോ വെള്ളം ഇറങ്ങിക്കുന്നത് അതിനനുസരിച്ചുള്ള മൈദപ്പൊടി നമ്മൾ ഇതിലിട്ട് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് നോക്കണം. കാരണം ഉള്ളിൽ ഉപ്പിട്ടായതുകൊണ്ട് മൈദയിലും നമ്മൾ അതിനുള്ള കണക്കാക്കിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് എത്രത്തോളം പൊടി ഇനി ആവശ്യമുണ്ടെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചേർക്കുന്ന ഉള്ളിയുടെ അളവും പപ്പായയുടെ അളവിനനുസരിച്ച് നമുക്ക് പൊടി കൂടുതലായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ ഉപ്പ് നേരത്തെ ഇട്ടുക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്നീ സംശയം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കുഴച്ച സമയത്ത് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാനും പറ്റും. പപ്പായ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ അവരെ കഴിപ്പിക്കാൻ നല്ല സുഖമാണ്. അവർക്ക് അറിയാനും കൂടി സാഹചര്യമില്ല. അതേപോലെ തന്നെ നമുക്ക് പപ്പായ കൊണ്ടുള്ളൊരു കട്ട്ലറ്റ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉള്ളിവടയുടെ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.